നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ സീരിയൽ കണ്ടുകൊണ്ട് കരയുമല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാണ്. ഒരു പ്രയോജനവുമില്ല ഉമ്മ. ഹസ്റത് ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. എടാ, മരണ വീട്ടിൽ പോയി കരയുന്നവന് സ്വർഗം കിട്ടില്ലല്ലോ. അല്ലാഹുവേ, മരണ വീട്ടിലിരുന്ന് കരയുന്നവൻ ഒരിക്കലും സ്വർഗം കിട്ടൂല. പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മരണ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരാളിരുന്ന് കരയുകയാണ്. ഇമാം ഗസാലി തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ മരിച്ചവനെ ഓർത്തിട്ട് നീ കരയല്ലേ? നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര. കാരണം മരിച്ചു കിടക്കുന്നവന് മരണത്തിന്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണം കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്, ആ കടമ്പ കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്. എന്തിനാണ് നീ അവനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നത്? നീ നിന്നെ കുറിച്ച് ഓർക്കടാ. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അസ്റായീൽ കടന്നു വരുമല്ലോ. ആ സമയത്ത് എങ്ങനെ രക്ഷപ്പെടും പടച്ചവരെ എന്ന് ഓർത്തിട്ട് കരയടാ എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. ക്യാൻസർ രോഗിയുടെ ചാരത്ത് പോയിരുന്ന് കരയുമല്ലോ. പടച്ചവനെ, രോഗങ്ങൾ വരുമ്പോ കരയുമല്ലോ. മനസ്സു വേദനിക്കുമ്പോ കരയുമല്ലോ. ആ കണ്ണീര് കൊണ്ട് വിലയില്ല. പക്ഷേ വിലയുള്ളത് ഈ കണ്ണുനീരിനാണ്. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ. കരച്ചല് വരുന്നില്ലേ? നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, ഈ കൈപൊക്കിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ. അതാ റസൂലുള്ളാഹി പറയുകയാണ്, ലാ യലിജുൻ നാറ ബകാ മിൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞ, അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കണ്ണുനീരിലൂടെ കണ്ണുനീരൊഴുകുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ നരകം, 3000 കൊല്ലം കത്തിച്ച നരകം, 3000 വർഷം കത്തിച്ച നരകം. പടച്ചവനെ, ആ നരകമൊന്ന് കണ്ടതിന് ശേഷമാണ് റബ്ബേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പിന്നെ ചിരിക്കാതിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. ആ നരകം നിനക്ക് ഹറാമാണ്. നീ ഒരിക്കലും നരകത്തിൽ പോകില്ല. എന്നിട്ടോ പ്രവാചകൻ ഒരു ഉദാഹരണം പറയുകയാ. ഏതുപോലെ എന്നറിയുമോ? ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വീണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പശുവിനെ കറക്കുന്നവരുണ്ടല്ലോ, ആടിന്റെ പാല് കറക്കുന്നവരുണ്ടല്ലോ. ആ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വീണാൽ ഖിയാമത്ത് നാൾ വരെ
അത് തിരിച്ചു പോകുകയില്ല. ഖിയാമത്ത് നാൾ വരെ ആ പാത്രത്തിൽ കിടക്കുന്ന പാല് പിന്നെയും തിരിച്ചങ്ങോട്ട് പോകുകയില്ല. അത് നടക്കാത്ത കാര്യമാ, അത് നടക്കാത്ത കാര്യമാ. ഇതുപോലെയാണ് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരഞ്ഞ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് ആ പേടിയില്ലല്ലോ, നമുക്ക് ആ ഓർമ്മയില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. അല്ലാഹു എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി ചോദിക്കുമല്ലോ, എന്തേ വാപ്പാ നിനക്ക് കരയാൻ പറ്റാത്തത്? കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയമായി പോകാനുള്ള കാരണം എന്താ? നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലേ? നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എന്താണ്? മരിക്കേണ്ടവനാണെന്നുള്ള നിനക്ക് ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാ? നിന്റെ വാപ്പ എവിടെ പോയി? നിന്നെ പോലെ ഇതുപോലെ നടന്നവനായിരുന്നല്ലോ, നിന്നെക്കാളും ആരോഗ്യമുള്ളവനായിരുന്നല്ലോ. എവിടെ പോയി മനുഷ്യ നിന്റെ വാപ്പ? നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് ആ ബോധമില്ലാതെ പോയത്, ആ ചിന്തയില്ലാതെ പോയത്? എന്റെ ഉപ്പാ ചെറുപ്പക്കാരാ, കൂടെ പഠിച്ചവരെത്രയോ പേര് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തതെന്താ? ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്, ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്. അല്ലാഹുവേ, വർഷങ്ങളായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നിട്ട് എത്രയോ പേര് നിന്റെ കണ്ണിന്റെ മുന്നിൽ വീണു മരിച്ചു പോയില്ലേ? എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് പടച്ചവനെ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൂടാതെ, മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാതെ, ജനങ്ങളെ കാണിക്കാതെ എത്രയോ പേരെ ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിയല്ലോ. എന്നിട്ടും നിനക്ക് ഇതുവരെ സമയമായില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ പോലെ, ധിക്കാരിയെ പോലെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് പടച്ചറപ്പിനെ ധിക്കരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ മോനെ നീ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സീരിയല് കണ്ട് കരയുകയാ. എന്റെ ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുകയാ. ഏറ്റവും വലിയ സങ്കടം അതല്ലേ? ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, നരകം പറയുന്നത് കേട്ടിട്ടല്ല കരയുന്നത്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല കരയുന്നത്, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത്. സീരിയലിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ ഉമ്മയിരുന്ന് കരയുകയാ. ഇത്രയും മതപ്പതിച്ചു പോയോ ഉമ്മ? ഇത്രയും അതപ്പതിച്ചു പോയോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്നെ പോലെ ജീവിച്ച എത്രയോ പെണ്ണുങ്ങളുണ്ട്. നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള, നിന്നെ പോലെ പച്ച ഇറച്ചി ഉണ്ടായിരുന്ന എത്രയോ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. ഈ സദസ്സിലിരിക്കുന്ന എത്ര പെണ്ണുങ്ങൾക്കാണ് ആയിഷയുടെ ചരിത്രം അറിയുന്നത്, ഫാത്തിമ ബീവിയുടെ ചരിത്രം അറിയുന്നത്, നഫീസത്തിൽ മിസ്രിയുടെ ചരിത്രം അറിയുന്നത്? വീട്ടിൽ നഫീസത്ത് മാലയുണ്ടെങ്കിൽ പോയിട്ടൊന്ന് വായിക്കണം പെങ്ങള്. ഇന്ന് വഴുത് കേൾക്കാൻ കടന്നു വന്ന പെങ്ങളോട് പറയുകയാ, ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി നാളെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടിയാൽ നഫീസത്ത് മാല എടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. ആരാണ് നഫീസത്തിൽ മിസ്രി എന്നറിയുമോ? നീ പഠിക്കേണ്ടത് നഫീസത്തിൽ മിസ്രിയുടെ ചരിത്രമാണ്. നിന്റെ ജീവിതത്തിൽ നായികയാക്കേണ്ടത് നഫീസത്തിൽ മിസ്രിയാണ്. ആരാണ് നഫീസത്തിൽ മിസ്രി എന്നറിയുമോ? ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ പടച്ചവനെ നഫീസത്തിൽ മിസ്രിയുടെ മക്ബറയിലേക്ക് കടന്നു പോകുമ്പോ മനോഹരമായ വില കൂടിയ പൂവുകൾ കൊണ്ട് അലങ്കരിച്ച മക്കാബ് കാണാ. എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ? പടച്ചവനെ നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മക്കാമ് മുഴുവനും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തൊരു സുഗന്ധമാണ്
അല്ലാ. ഖബറിനകത്ത് കിടക്കുമ്പോഴും പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കാരണം എന്തെന്നറിയോ? ഇതുപോലെ ഒരു വയത് കേൾക്കുകയാണ് നഫീസ. ഇതുപോലെ ഒരു വയത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, പ്രവാസകൻ അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നഫീസ ബോധം കെട്ട് വീണു. വഅലിന്റെ സദസ്സിലിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സദസ്സിലങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ബോധം വന്നു. ഇറങ്ങി ഓടുകയാ. പടച്ചവനെ, തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, മുസല്ല എടുത്തു മാറ്റുകയാണ്. മുസല്ല എടുത്തിട്ട് മാറ്റുകയാണ്. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാ. നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? ഖബർ കണ്ടിട്ടുണ്ടോ പെങ്ങള്? ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഒരുപാട് ദിവസമെടുത്ത് നഫീസയ്ക്ക് ഖബർ കുഴിക്കാൻ. ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മണ്ണ് നനയുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിലെ മണ്ണ് പോലും നനയുകയാ. അവിടുന്ന് പടച്ചവനെ, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. രാവിലെ നോമ്പാണ്. ആരും അറിയാതെ വീടിനകത്ത് ഖബർ കുടിക്കുകയാണ്. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ ഖബർ കുടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖബറിന്റെ പടി കഴിഞ്ഞു. അവിടുന്ന് ഖബർ കുടിച്ചു കഴിഞ്ഞു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് ഒളിവെടുക്കുകയാണ്. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് കുടിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങുകയാ. ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ നിസ്കാരം തുടങ്ങുകയാണ്. ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ചു പെങ്ങള്. നീ ചോദിക്കും, ഉസ്താദേ, ഖബറിനകത്തിരുന്ന് എങ്ങനെയാ നിസ്കരിക്കുന്നത്? സീരിയല് കാണുന്ന നിനക്കത് തിരിയൂല. അല്ലാഹുവേ, സീരിയല് കാണുന്ന നിനക്കതിന് തിരിയില്ല. പെണ്ണെ, തിരിയണം പെണ്ണ്. നിന്റെ വയറിന്റെ അകത്തൊരു കുഞ്ഞിനെ അല്ലാഹു എങ്ങനെയാ കിടത്തിയത്? അത് നീ മനസ്സിലാക്കു പെങ്ങള്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് അതാ നിസ്കരിക്കുകയാണ്. ചരിത്രം പറയുന്നു 10,000 റക്അത്തോളം നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖബറിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, 8,000 ഖത്തം ഓതി പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖബറിനകത്തിരുന്ന് 8,000 ഖത്തം ഓതി. അല്ലാഹ് ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് വീഴുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതുമ്പോ സൂറത്തുൽ മുസമ്മില ഇന്ന ലദൈനാ അൻകാലം വജഹീമാ, ഈ ആയത്ത് ഓതിക്കഴിഞ്ഞ നഫീസ ബോധം കെട്ട് താഴെ വീഴുകയാണ്. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ وطعاما ذا عسة وعذابا أليما.
ആയത്തോതിക്കഴിഞ്ഞാ നഫീസ ബോധം കെട്ട് വീഴുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ എന്റെ പെങ്ങള് പിന്നെയും ഖുർആൻ ഓതുന്നു. നീ സീരിയൽ കണ്ട് കരയുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓതണ്ട. മഗ്രിബ് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീട്ടിൽ ജനിച്ചവളല്ലേ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നല്ലോ. അവിടുന്ന് വാക്യ ഓതുമായിരുന്നു, അവിടുന്ന് സജദ ഓതുമായിരുന്നു, അവിടുന്ന് യാസീൻ ഓതുമായിരുന്നു, അവിടുന്ന് മുൽക്ക് ഓതുമായിരുന്നു. ഇത് ഓതാതെ എഴുന്നേക്കരുതെന്ന് വാശി പിടിച്ചിരുന്ന ഉമ്മയുടെ മകനായ നീ എന്തേ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എങ്ങനെയാ പെങ്ങളെ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുകയാ. എല്ലാ ദിവസവും നോമ്പാട് ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ശരീരമൊക്കെ അങ്ങ് എല്ലും തോലുമാവുകയാണ്. കണ്ണ് കുഴിയാൻ തുടങ്ങി. പടച്ചവനെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലും തോലുമായിട്ടിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയുടെ മുന്നിലേക്ക് തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നഫീസ എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിനക്ക് അല്പമെങ്കിലും ഒന്നുറങ്ങിക്കൂടെ? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടവിട്ട് പിടിച്ചുകൂടെ നഫീസ? എല്ലും തോലുമായി നഫീസ. കണ്ണിൻ